ഓക്കെ സോ വാട്സപ്പ് വഴി എങ്ങനെ സെയിൽസ് കൂട്ടാം, ഇത് ആക്ച്വലി ഒരു ടോപ്പിക്കായിട്ട് പറയേണ്ട കാര്യമല്ല. ബേസിക്കലി നിങ്ങൾക്ക് അറിയാം, ഒരു 10 വർഷമൊക്കെ മുന്നേ എങ്ങനെയായിരുന്നു ഒരു ബ്രാൻഡ് അവരുടെ മാർക്കറ്റിംഗ് ആക്ടിവിറ്റീസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. എങ്ങനെയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്? ഒരു 10 വർഷം മുന്നേ നമ്മൾ എങ്ങനെയാണ് ഒരു ബ്രാൻഡിന്റെ ഇൻഫർമേഷനൊക്കെ കസ്റ്റമേഴ്സിന് എത്തിക്കുക? എങ്ങനെയാണ്? ഒന്നുകിൽ റേഡിയോ, TV, അല്ലെങ്കിൽ പത്രം, ഇതൊക്കെ ആയിരുന്നല്ലോ. എന്തുകൊണ്ടാണ് അതിൽ ആ സമയത്തൊക്കെ ആൾക്കാർ അതിൽ മാർക്കറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്? ബിക്കോസ് എവരി വൺ ഈസ് ലുക്കിംഗ് ഓൺ ദ ന്യൂസ് പേപ്പർ. റേഡിയോ കേൾക്കും, അല്ലെങ്കിൽ ന്യൂസ് പേപ്പർ വായിക്കും, TV കാണും, സീരിയൽ കാണും. ഇതിനിടയൊക്കെ ആഡ് ചെയ്യുന്ന സമയത്ത് കസ്റ്റമേഴ്സ് വിൽ ബി ലുക്കിംഗ് അല്ലേ? പക്ഷേ ഒരു 2010 മുതൽ സോഷ്യൽ മീഡിയയുടെ ഒരു ഇമ്പാക്റ്റ് വന്നതിന് ശേഷം എല്ലാവരും ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക്, വാട്സപ്പ്, ലിങ്ക്ഡിൻ അല്ലെങ്കിൽ ട്വിറ്റർ ഇങ്ങനത്തെ ചാനലിലേക്ക് മാറി. അപ്പോൾ കസ്റ്റമേഴ്സിന്റെ വ്യൂവർഷിപ്പ് റേഡിയോ അല്ലെങ്കിൽ നമ്മളുടെ ന്യൂസ് പേപ്പർ ഇതൊക്കെ മാറി ആക്ച്വലി അല്ലേ? അപ്പോൾ എന്തുകൊണ്ടാണ് വാട്സപ്പ് ഈ കാലഘട്ടത്തിൽ ഭയങ്കര സൂപ്പർ ഇമ്പോർട്ടൻ്റ് എന്നുള്ളതിനൊരു ചെറിയൊരു ഉദാഹരണമാണ് ഞാൻ പറയുന്നത്. സ്ക്രീനിൽ നോക്കിയാൽ മനസ്സിലാവും, ഒരു ദിവസം ഒരാൾ അറ്റ്ലീസ്റ്റ് 30 മിനിറ്റ് എങ്കിലും വാട്സപ്പിൽ സ്പെൻഡ് ചെയ്യുന്നതാണ് ഇന്നത്തെ സ്റ്റാറ്റിക്സ്. ഒരു ദിവസം നിങ്ങളൊന്ന് ജസ്റ്റ് നിങ്ങൾ തിങ്ക് ചെയ്ത് നോക്കിയാൽ മതി. നിങ്ങളുടെ സ്ക്രീൻ ഡിസ്പ്ലേ ടൈം നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും, ഒരു ദിവസം അറ്റ്ലീസ്റ്റ് ഒരു നമ്മളൊക്കെ നോക്കുകയാണെങ്കിൽ 1 മണിക്കൂറെങ്കിലും നമ്മൾ വാട്സപ്പ് സ്പെൻഡ് ചെയ്യുന്നുണ്ട് അല്ലേ? അതേപോലെ തന്നെ ഒരു ദിവസം അറ്റ്ലീസ്റ്റ് ഒരു 25 ടൈംസ് എങ്കിലും നമ്മൾ വാട്സപ്പ് ഓപ്പൺ ആക്കുന്നതാണ്. ജസ്റ്റ് നമ്മൾ വീട്ടിലൊക്കെ ഫ്രിഡ്ജൊക്കെ വെറുതെ തുറന്നു നോക്കുന്ന പോലെ തന്നെ വാട്സപ്പ് നമ്മൾ എന്ത് ചെയ്യും? ഡെയിലി 25 ടൈംസ് കൂടുതൽ സ്പെൻഡ് ചെയ്യും. ഓക്കെ, സോ ഈ ഇത്രയും സമയം വാട്സപ്പിൽ സ്പെൻഡ്, അതായത് കസ്റ്റമേഴ്സ് എപ്പോഴും വാട്സപ്പിൽ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് നമ്മുടെ ബ്രാൻഡിന്റെ ഇൻഫർമേഷനും ആഡും അല്ലെങ്കിൽ ഇൻഫർമേഷനും ഒക്കെ കസ്റ്റമേഴ്സ് കൊടുത്തു കഴിഞ്ഞാൽ അതിന് കൺവേർഷൻ റേറ്റ് ഭയങ്കര അധികമാണ്. 2020 മുതൽ വാട്സപ്പ് ഒഫീഷ്യൽ API പ്രൊവൈഡ് ചെയ്ത ശേഷം ഡിഫറെൻറ്റ് ആപ്സ്, ഡിഫറെൻറ്റ് കമ്പനീസ്, വാട്ടി, ഇൻട്രാക്ട്, അങ്ങനത്തെ ഒരുപാട് കമ്പനീസ് ഈ സെഗ്മെന്റിൽ വരികയും ഇതൊരു ട്രെൻഡാക്കി മാറ്റി ചെയ്തു. സോ ഞങ്ങളുടെ പ്രൊഡക്റ്റിന്റെ പേര് ഫ്ലോഫ്ലെക്സ് എന്നാണ്. ഫ്ലോഫ്ലെക്സ് ആക്ച്വലി ചെയ്യുന്നത് വാട്സപ്പ് കസ്റ്റമേഴ്സ് എൻഗേജ്മെന്റ് ആണ്. നിങ്ങളുടെ ബ്രാൻഡിന്റെ കസ്റ്റമേഴ്സുമായിട്ട് വാട്സപ്പിൽ കൂടെ കണ്ടിന്യൂസ് ആയിട്ട് എൻഗേജ് ചെയ്യാൻ വേണ്ടി. എൻഗേജ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ജസ്റ്റ് ഒരു മെസ്സേജ് അയക്കുക മാത്രമല്ല, ഒരു മെസ്സേജ് അങ്ങോട്ടേക്ക് തിരിച്ച് റിപ്ലൈ വരുന്നു അല്ലേ? ഇത് ഇന്ററാക്ഷൻ ആണ്. മേ ബി ചില പസിൽസ് ചോദിക്കും. നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും, ഫ്ലിപ്കാർട്ടിനകത്തും ആമസോണിന്റെ മെസ്സേജിന്റെ അകത്ത് മേ ബി ഉണ്ടാവും, വി ഹാവ് എൻ ഓഫർ ടുഡേ, ക്ലിക്ക് ദിസ് ബട്ടൺ ബിലോ ടു ഗെറ്റ് ദാറ്റ് കൂപ്പൺ. അപ്പോൾ ആ ബട്ടൺ ക്ലിക്ക് ചെയ്യുന്ന സമയത്താണ് അടുത്ത കൂപ്പൺ കോഡ് ജനറേറ്റ് ചെയ്യുന്നുണ്ടാവും അല്ലേ? സോ ഈ ഇങ്ങനത്തെ ആക്ടിവിറ്റീസ്. ഇനി അതല്ലെങ്കിൽ ജസ്റ്റ് നമ്മളുടെ ഒരു സ്റ്റാർ കെയർ അല്ലെങ്കിൽ മിംസിന്റെ ഒരു ഒഫീഷ്യൽ നമ്പറിലേക്ക് ഒരു ഹായ് അയച്ചു കഴിഞ്ഞാൽ അവിടെ ബുക്കിംഗ് അപ്പോയിന്റ്മെന്റിന്റെ മെസ്സേജ് റിപ്ലൈ ഓട്ടോമാറ്റിക്കലി വരും അല്ലേ? ഇതൊക്കെ കൈൻഡ് ഓഫ് ഇന്ററാക്ഷൻസ് ആണ്. ഇങ്ങനത്തെ ഇന്ററാക്ഷൻസ് ബിൽഡ് ചെയ്യുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് ഫ്ലോഫ്ലെക്സ്. ഇത് ഞങ്ങൾ ബിൽഡ് ചെയ്ത് നമ്മുടെ ടീം ബിൽഡ് ചെയ്തേക്കുന്ന പ്രൊഡക്റ്റ് ആണ്. ഇതിന്റെ ഡയറക്റ്റ് എന്താ പറയുക സെയിൽസ് നമ്മൾ ചെയ്യുന്നത്. നമ്മുടെ കമ്പനിയെ കുറിച്ച് പറയുകയാണെങ്കിൽ എൻ്റെ കോഫൗണ്ടർ നാഫിയാണ് ഇതിന്റെ CEO. ഞാൻ ഇതിന്റെ ചീഫ് ടെക്നോളജി ഓഫീസറാണ്. ഞങ്ങൾക്ക് 2 പ്രൊഡക്റ്റ് ഉണ്ട്. ഫസ്റ്റ് വൺ ഈസ് റിവ്യൂബിറ്റ് ആൻഡ് സെക്കൻഡ് വൺ ഈസ് ഫ്ലോഫ്ലെക്സ്. റിവ്യൂബിറ്റ് ആക്ച്വലി വാട്സപ്പിൽ കൂടെ തന്നെ 2020 ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തതാണ്. വാട്സപ്പിൽ കൂടെ തന്നെ ഇ-കൊമേഴ്സ് പ്രൊഡക്റ്റുകൾക്കുള്ള ഇ-കൊമേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈക്ക് നമ്മൾ ഫ്ലിപ്കാർട്ടിൽ നിന്ന് ആമസോണിൽ നിന്നൊക്കെ പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം അതിന് റിവ്യൂ കളക്ട് ചെയ്യും. ഓക്കെ, റിവ്യൂ ഭയങ്കര സൂപ്പർ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മളുടെ ഇ-കൊമേഴ്സിൽ അല്ലേ? ഇ-കൊമേഴ്സ് മനസ്സിൽ നമ്മളൊരു D2C ബ്രാൻഡിന്റെ വെബ്സൈറ്റിൽ കയറിയിട്ട് നമ്മൾ മേ ബി എന്താ പറയുക, ഒരു ഫോണോ അല്ലെങ്കിൽ ഒരു മേക്കപ്പ് എന്തെങ്കിലും വാങ്ങിക്കുകയാണെങ്കിൽ നമ്മൾ അതിന്റെ റിവ്യൂ വായിക്കും അല്ലേ? ഈ റിവ്യൂ കളക്ട് ചെയ്യുന്നത് ഭയങ്കര ചലഞ്ചിങ് ആയിരുന്നു മുന്നൊക്കെ. ഇമെയിൽ കൂടെയും അല്ലെങ്കിൽ ഡയറക്റ്റ് ഫോൺ SMS കൂടെയൊക്കെ വാങ്ങിക്കണം. പക്ഷെ അതിന് കൺവേർഷൻ ഭയങ്കര കുറവായതുകൊണ്ട് നമ്മൾ ആ ഒരു സെഗ്മെന്റ് അക്യൂർ ആവാൻ വേണ്ടിയിട്ട് വാട്സപ്പിൽ കൂടെ ഇ-കൊമേഴ്സിന് വേണ്ടിയിട്ട് റിവ്യൂ കളക്ട് ചെയ്തൊരു മെത്തേഡ് ഇംപ്ലിമെന്റ് ചെയ്തു. അതാണ് റിവ്യൂബിറ്റ്. അത് ഓൺലൈൻ ബ്രാൻഡിന് വേണ്ടി മാത്രമായിരുന്നു. പക്ഷേ ഓഫ്ലൈനിൽ അങ്ങനത്തെ ഒരു സെഗ്മെന്റ് ഉണ്ട് എന്നുള്ളത് ഞങ്ങൾ മനസ്സിലാക്കിയ ശേഷം 2023 ഞങ്ങൾ ഇതിന്റെ ഡെവലപ്മെന്റ് സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ ഞാൻ BNI ജോയിൻ ചെയ്യാനുള്ള റീസൺ തന്നെ ബിക്കോസ് ഐ നീഡ് ടു ഗെറ്റ് കണക്ഷൻ ഫ്രം ദ ഓഫ്ലൈൻ ബ്രാൻഡ്സ്. ഫ്ലോഫ്ലെക്സ് ആക്ച്വലി ഓഫ്ലൈൻ ബ്രാൻഡിനും കൂടി വേണ്ടിയിട്ടുള്ളതാണ്. റിവ്യൂബിന്റെ കേസിൽ നമുക്ക് എന്താ വെച്ചാൽ വീട്ടിൽ കടന്നു തുടങ്ങി കഴിഞ്ഞാലും കസ്റ്റമേഴ്സ് ബി കമ്മിങ് ടു ദ ആപ്പ് സ്റ്റോർ ആൻഡ് ദേ വിൽ ബി ഇൻസ്റ്റാളിംഗ് ദ പ്രോഡക്റ്റ്, ദ എമൗണ്ട് വിൽ കം ടു മൈ അക്കൗണ്ട്. ഓക്കെ, പക്ഷേ ഫ്ലോഫ്ലെക്സ് അങ്ങനെയല്ല. അത് 1-to-1 ഒരു ബ്രാൻഡോട് ഇരുന്ന് 1-to-1 ഇരുന്ന് അവരുടെ സ്ട്രാറ്റജീസ് ബിൽഡ് ചെയ്ത് അവർക്കുള്ള മാർക്കറ്റിംഗ് അഡ്വൈസസ് കൊടുത്ത് ഓൺബോർഡ് ചെയ്യേണ്ട ഒരു പ്രൊഡക്റ്റ് ആണ്. ഓക്കെ, and our company is located in Cyber Park. We have 14 employees. We have customers from 30 countries around the world, and we have 3,500 customers right now. Okay, and this is my team, and we have recognitions from Kerala Startup Mission. Kerala Startup Mission 2 അവാർഡ് കിട്ടിയിട്ടുണ്ട്. ഒന്ന് സ്കെയിൽ അപ്പ് ഗ്രാൻഡ്, അതേപോലെ തന്നെ നമ്മുടെ ഇന്നോവേഷൻ അവാർഡ്. ആൻഡ് വി ഗോട്ട് IIT ഹൈദരാബാദ്, IIT ഹൈദരാബാദിന്റെ ഇൻക്യുബേഷൻ കിട്ടിയിട്ടുണ്ട്. ആൻഡ് ഓൾസോ KSIDC, അതേപോലെ സ്റ്റാർട്ടപ്പ് ഇന്ത്യ ഇതെല്ലാം കിട്ടിയിട്ടുണ്ട്. ആൻഡ് വാട്സപ്പ് API നമുക്ക് എങ്ങനെ കിട്ടുമെന്നുള്ളതാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എല്ലാവർക്കും വാട്സപ്പ് API കിട്ടൂല. ബേസിക്കലി ഒരു ബ്രാൻഡ്, ഒരു ബിസിനസ്സിന് അവരുടെ ലീഗൽ സർട്ടിഫിക്കറ്റ്സ് ലൈക്ക്
ഇൻകോർപ്പറേഷൻ സർട്ടിഫിക്കറ്റ്, GST സർട്ടിഫിക്കറ്റ്, ഇങ്ങനത്തെ എല്ലാം ലീഗൽ ഡോക്യുമെന്റ്സ് ഫേസ്ബുക്കിലേക്ക് അപ്ലോഡ് ചെയ്തതിന് ശേഷം മാത്രം നമുക്കൊരു API ആക്സസ് കിട്ടുള്ളൂ. ഇത് ഒഫീഷ്യൽ API ആണ്, നമ്മൾ ജസ്റ്റ് ഒരു ഓട്ടോമേഷൻ മെത്തേഡ് മാത്രമല്ല, ഒഫീഷ്യൽ API ആണ്. ഇത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഇവിടെ ആക്സിസ് ബാങ്ക് ഒരു ബ്ലൂടിക് മാർക്ക് കണ്ടില്ലേ? ഇത് എങ്ങനെ ബിൽഡ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒഫീഷ്യലായിട്ട് വാട്സ്ആപ്പ് മെറ്റ തരുന്ന ഒരു പ്രിവിലേജ് ആണ് നമുക്ക് നമ്മൾ കസ്റ്റമേഴ്സ് ഇന്ററാക്ട് ചെയ്യാനുള്ള APIs. ഓക്കെ, പിന്നെ ഇത് ജസ്റ്റ് ഒരു ഇത് മാത്രമല്ല, ഇന്ററാക്ഷൻസ് മാത്രമല്ല, പല യൂസ് കേസുകൾ സോൾവ് ചെയ്യാന്നുള്ളതാണ്. യൂസ് കേസ് മീൻസ് നിങ്ങൾക്ക് അറിയാം, ബ്രോഡ്കാസ്റ്റ് ചെയ്യാം, കാറ്റലോഗ് ഷെയർ ചെയ്യാം, കസ്റ്റമർ സപ്പോർട്ട് ഹാൻഡിൽ ചെയ്യാം, ബുക്കിംഗ് അപ്പോയിന്റ്മെന്റ്, റിമൈൻഡേഴ്സ്, ചാറ്റ് ബോർഡ്സ് ബിൽഡ് ചെയ്യാം. ഇതെല്ലാം വാട്സാപ്പ് ചെയ്യാൻ പറ്റും. ഇതൊക്കെ ഇൻഡസ്ട്രീസ് ആണ്. ഈ ഇൻഡസ്ട്രിയിലെല്ലാം നമ്മുടെ പ്രോഡക്റ്റ് യൂസ് ചെയ്യാൻ പറ്റും. ഇ-കൊമേഴ്സ്, B2B സെയിൽസ്, റിസോർട്ട്സ്, റെസ്റ്റോറൻറ്റ്, ഓട്ടോമോട്ടീവ്, എഡ്യൂടെക്, ബ്യൂട്ടി, ഹെൽത്ത് കെയർ, ബാങ്കിങ്, റിയൽ എസ്റ്റേറ്റ്, ട്രാവൽ ആൻഡ് ഹോട്ടൽ. ഞങ്ങൾ മോസ്റ്റ് ഓഫ് ദ കസ്റ്റമേഴ്സ് ഇപ്പം ഫ്ലോഫ്ലെക്സിൽ വരുന്നത് റെസ്റ്റോറൻറ്റ്, ഹോട്ടൽ, ഇ-കൊമേഴ്സ്, ഈ 3 സെഗ്മെന്റിലാണ് ഇപ്പോൾ വരുന്നത്. പക്ഷേ ബാക്കി സെഗ്മെന്റിലേക്ക് നമ്മൾ അത് ഓൺബോർഡ് ചെയ്യാൻ നോക്കുന്നുണ്ട്. ഒരു സാമ്പിൾ യൂസ് കേസ് വെച്ചിട്ട് നമുക്ക് ടൈം ഇല്ലാത്തതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഒന്ന് കൺക്ലൂഡ് ചെയ്യാം. ഇപ്പോൾ ഞാൻ ഓൺബോർഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഒരു പാരഗൺ ആണ് വിചാരിക്കും. പാരഗൺ ഒരു ഹോട്ടലാണ്, ഒരു നല്ല ഫുഡ്ഫോളുള്ള ഹോട്ടലാണ്. പക്ഷേ പാരഗണെ സംബന്ധിച്ചിടത്തോളം പല മാർക്കറ്റിംഗ് ചലഞ്ചസ് ഉണ്ട്. ബേസിക്കലി പുതിയ കസ്റ്റമേഴ്സിനെ അട്രാക്ട് ചെയ്യാനും അല്ലെങ്കിൽ എക്സിസ്റ്റിംഗ് കസ്റ്റമേഴ്സിനെ റീറ്റെയിൻ ചെയ്യാനും പല ചലഞ്ചസ് ഉണ്ട്. നോക്കുകയാണെങ്കിൽ പാരഗണിന്റെ യൂസ് കേസ്, പല യൂസ് കേസ്, ഇത് ഓരോ ബ്രാൻഡ് ഡിഫറെന്റ് ആയിരിക്കും കേട്ടോ. എന്റെ ബ്രാൻഡിന്റെ യൂസ് കേസ് ആയിരിക്കില്ല നിങ്ങളുടെ ബ്രാൻഡ് ഉണ്ടാവുക. അതായത് ഒരു ഓട്ടോമൊബൈൽ, ഒരു ഹ്യൂണ്ടായിയുടെ സർവീസ് സെന്ററിന്റെ റിക്വയർമെന്റ് അല്ല ബേസിക്കലി റെസ്റ്റോറന്റിന്റെ റിക്വയർമെന്റ് ഉണ്ടാവുക, കസ്റ്റമേഴ്സ് ഇന്ററാക്ട് ചെയ്യുന്നത്. ഹ്യൂണ്ടായിന്റെ സർവീസ് സെന്ററിന് ഉണ്ടാവുക എന്താണ്, അവരുടെ സർവീസ് റിമൈൻഡ് ചെയ്യുന്ന മെസ്സേജസ് ആയിരിക്കും പോകേണ്ടി വരിക, അല്ലെങ്കിൽ സർവീസ് ചെയ്തതിന് ശേഷമുള്ള ഒരു ആഫ്റ്റർ സെയിൽ സപ്പോർട്ട്, ഒരു റിവ്യൂ കളക്ഷനിലേക്ക് വേണ്ടി വരും. ഇങ്ങനത്തെ പല റിക്വയർമെന്റ്. പക്ഷേ റെസ്റ്റോറന്റ് കേസിൽ ഡിഫറെന്റ് ആണ്. ഇവിടെ നോക്കാം, ലോയൽറ്റി പോയിന്റ് കൊടുക്കണം, ലേറ്റസ്റ്റ് ഓഫേഴ്സ്, കൂപ്പൺസ് എല്ലാം കൊടുക്കണം, ടേബിൾ ബുക്കിംഗ്, ഗൂഗിൾ റിവ്യൂ കളക്ട് ചെയ്യാം, പർച്ചേസിന് ശേഷം ബില്ല് സെൻഡ് ചെയ്യാം. ഇങ്ങനത്തെ എല്ലാ ഓപ്ഷൻസും ഇങ്ങനെ ഇതിനകത്ത് ചെയ്യാൻ പറ്റും. ഇ-കൊമേഴ്സിന് പല യൂസ് കേസസ്, ഓരോ ബ്രാൻഡിന് ഡിഫറെന്റ് യൂസ് കേസസ് ആണ്. ഞാൻ ജസ്റ്റ് ഒന്ന് കവർ ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ. ഇതിൽ നമ്മളുടെ കസ്റ്റമേഴ്സ് ആണ്. ഇതിൽ കുറച്ചൊക്കെ നിങ്ങൾക്ക് അറിയാമായിരിക്കും. ഗ്രീൻ ലാക്സ്, ക്ലിനിക്കലി, ബിഫോർ ബ്രെയിൻ, ബിരിയാണി മുബാറക്, ക്രീം സ്റ്റോറി, ഫുഡ്സ്, കുക്ക്ഡ്, TI, ടെക്സ് വാലി, ടാർഗറ്റ്, XNY, കുറേ ബ്രാൻഡുകളുണ്ട്. ഞാൻ ജസ്റ്റ് സ്ലൈഡ് സ്പേസ് ഇല്ലാത്തതുകൊണ്ട് ഇഗ്നോർ ചെയ്താണ്. ഇത് നമ്മുടെ പ്രൊഡക്റ്റിന്റെ ഡാഷ്ബോർഡ് ആണ്. ജസ്റ്റ് ഒരു ഡെമോ കാണിക്കാം. ഇതേപോലെ മെസ്സേജസ് നിങ്ങൾ വരുന്നില്ലേ? കൊക്കോപ്പൻ്റെ നമ്പറിൽ, കൊക്കോപ്പക്ക് ഞങ്ങൾ ചെയ്ത യൂസ് കേസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് മൾട്ടിപ്പിൾ ഔട്ട്ലെറ്റുകൾ ഉണ്ടായിരുന്നു. ഓരോ ഔട്ട്ലെറ്റിലേക്കും വരുന്ന ഓർഡേഴ്സ് വാട്സാപ്പ് കൂടി ടേക്കപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു മെത്തഡാണ്. ഹായ് അയച്ചു കഴിഞ്ഞാൽ ജസ്റ്റ് ഒരു മെസ്സേജ് വരും. അതിൻ്റെ അകത്ത് പല ബട്ടൺസ്, ലൊക്കേറ്റ് അവർ ഔട്ട്ലെറ്റ്, ഓഫേഴ്സ് ആൻഡ് ഡിസ്കൗണ്ട്സ്, അല്ലെങ്കിൽ അതർ ഓപ്ഷൻസ്. ഇതിൽ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനെ ഒരു ചാറ്റ് ബോട്ടാണ്. ജസ്റ്റ് എക്സ്പീരിയൻസ് ചെയ്യണം, നിങ്ങൾക്ക് വേണമെങ്കിൽ ട്രൈ ഔട്ട് ചെയ്യാം. ഇത് കഴിഞ്ഞിട്ടും ട്രൈ ഔട്ട് ചെയ്യാം. അപ്പോൾ ഇങ്ങനത്തെ ഒരു ഇൻട്രാക്ഷൻസ്, പല ഇൻട്രാക്ഷൻസ് ഉണ്ട്. ഞാൻ ജസ്റ്റ് ഒരു സ്ക്രീൻ കാണാൻ പറ്റും. നിങ്ങൾക്ക് പിന്നെ പല ഓപ്ഷൻസ് ഉണ്ട്. നിങ്ങൾക്ക് ബ്രോഡ്കാസ്റ്റ് ചെയ്യാം, കസ്റ്റമേഴ്സായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം, കസ്റ്റമേഴ്സിന്റെ ചാറ്റ് ഇവിടെ നിങ്ങൾക്ക് ഡയറക്റ്റ് കാണാൻ പറ്റും. ഓരോ കസ്റ്റമേഴ്സും ചാറ്റ് ചെയ്യുന്നതും അവരുടെ ഇൻട്രാക്ഷൻസ് ഒക്കെ ഇവിടെ കാണാൻ പറ്റും. ഇത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഒരേ ഒരു ഡിഫറൻസ്, വാട്സപ്പിന്റെ കേസിൽ വാട്സപ്പ് പ്രൊവൈഡ് ചെയ്ത് നമ്മൾ ഫോണിൽ യൂസ് ചെയ്യുന്ന വാട്സപ്പ് ബിസിനസ്സോ ഫോണിൽ യൂസ് ചെയ്യുന്ന പേഴ്സണൽ വാട്സപ്പോ അല്ല വാട്സപ്പ് API. ഇത് നമുക്ക് ഡയറക്റ്റ് ഒരു ആപ്പ് ത്രൂ, അതായത് BSP എന്ന് പറയും, ബിസിനസ് സർവീസ് പ്രൊവൈഡർ, അതായത് വാട്സപ്പിന്റെ ബിസിനസ് സർവീസ് പ്രൊവൈഡർ ത്രൂ മാത്രമേ നമുക്ക് ഇത് ആക്സസ് ചെയ്യാൻ പറ്റുള്ളൂ. നമ്മൾ മെറ്റയുടെ ഒരു ടെക് പാർട്ണറാണ്, അതേപോലെ നമ്മൾ BSP ഗപ്ഷപ്പാണ്. ഇത് വെച്ചിട്ടാണ് നമ്മൾ ഈ ഡാറ്റയിൽ എടുക്കുന്നത്, മെസ്സേജ് അയക്കുന്നത്, കറക്റ്റ് ഇവിടെ റീഡ് ചെയ്യാൻ പറ്റും. ഇവിടെ നമുക്ക് ഇൻവിറ്റിംഗ് കസ്റ്റമേഴ്സുമായിട്ട് ഇന്ററാക്ട് ചെയ്യാൻ പറ്റും. ഇനി അതല്ലെങ്കിൽ നമുക്ക് മൾട്ടിപ്പിൾ ക്യാമ്പയിൻസ് റൺ ചെയ്യാൻ പറ്റും. ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ഇത് ഓരോ ബിസിനസ്സുമായിട്ട് ഇതിന്റെ ഒരു പ്രോബ്ലം അല്ല. ഇത് എങ്ങനെയാണിത് ഓരോ ബിസിനസ് നമ്മൾ അപ്രോച്ച് ചെയ്യുന്ന സമയത്ത് അവരുടെ യൂസ് കേസ് മനസ്സിലാക്കിയിട്ട് അവർക്ക് ഇത് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യാം. ഓക്കെ, ഞാനിപ്പോൾ ഓൺബോർഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കുറച്ച് ബ്രാൻഡുകൾ മാത്രമാണ് ഇവിടെ നോട്ട് ചെയ്തേക്കുന്നത്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതിൽ കണക്ട് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ഇറ്റ് ഈസ് മോർ ഹെൽപ്ഫുൾ ഫോർ മീ. മലബാർ ഗ്രൂപ്പ്, നെസ്റ്റോ, ലുലു, വോയ ഹോംസ്, കല്യാൺ ജ്വല്ലേഴ്സ്, സെയ്ത്തൂൻ, ബോബി ചെമ്മണ്ണൂർ, VKC, അബാദ്, ലെമഡിയൻ, ഗ്രാൻഡ് ഹയാത്ത്, ഇങ്ങനത്തെ റെസ്റ്റോറൻറ്റ്സ് അല്ലെങ്കിൽ ഹോട്ടൽ അല്ലെങ്കിൽ ഇങ്ങനത്തെ ഗുഡ് ഫുഡ് ഫോൾസ് ഉള്ള ഇങ്ങനത്തെ ബ്രാൻഡുകളെ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി മോർ ഹെൽപ്ഫുൾ ഫോർ മീ. ആൻഡ് ഇഫ് യു ഹാവ് എനി ക്വസ്റ്റ്യൻസ് ഒന്ന് ഞാൻ അതിന് അഡ്രസ് ചെയ്യാം. യെസ്, സോ താങ്ക് യു സോ മച്ച്. ഇതിന് കൂടുതൽ ഇൻഫർമേഷൻ അറിയണമെങ്കിൽ യു ക്യാൻ ഡു എ 1-to-1 വിത്ത് മീ. താങ്ക് യു സോ മച്ച്.